ഹലോ വ്യൂവേഴ്സ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെറുതാണെങ്കിലും ഒരു യൂട്യൂബ് ചാനലുള്ള എല്ലാവരുടെയും ആഗ്രഹമാണ് ചാനൽ എങ്ങനെയെങ്കിലും മോണിറ്റൈസ് ചെയ്ത് കിട്ടണം എന്നുള്ളത് അല്ലേ. അപ്പൊ ചാനൽ മോണിറ്റൈസ് ചെയ്യാനായിട്ടുള്ള ക്രൈറ്റീരിയ ഒക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവേഴ്സും കംപ്ലീറ്റ് ആയെങ്കിലേ നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ചെയ്യാനായിട്ടുള്ള ക്രൈറ്റീരിയ നമ്മൾ മീറ്റ് ആവത്തുള്ളൂ. അതോടൊപ്പം തന്നെ യൂട്യൂബിന്റെ പോളിസീസും ഗൈഡ് ലൈൻസും നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് വേറെ കോപ്പിറൈറ്റോ സ്ട്രൈക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കാൻ പാടില്ല. ഇതാണ് ബേസിക് ക്രൈറ്റീരിയ. ഇതൊട്ടുമിക്ക ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യം പറഞ്ഞാൽ ഇതങ്ങനെ ഭയങ്കര ടഫ് ആയിട്ടുള്ള ഒരു കാര്യമല്ല നമുക്ക് ഈ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാന്നുള്ള. അതിന് കുറച്ച് ട്രിക്സ് ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് എങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ആവാം എന്ന് നോക്കാം. 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 ആൾക്കാരെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്നുള്ളത് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ഒരു കാര്യമാണ്. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, ഒരു ചാനൽ തുടങ്ങുമ്പോഴത്തേക്കിനും എന്താണ് നമ്മുടെ ചാനലിൽ കൂടി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ വ്ളോഗ്സ് ആകാം, ടെക് റിലേറ്റഡ് ആയിട്ടുള്ളതാവാം, അതേപോലെ തന്നെ മേക്കപ്പ്, സ്കിൻ കെയർ അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും എഡ്യൂക്കേഷൻ പരമായിട്ട് ടീച്ചിങ് ആയിരിക്കാം. നമ്മുടെ ചാനൽ ഒരു ഒരു കാറ്റഗറി ഉണ്ടല്ലോ, അതേതാണെന്ന് നമ്മൾ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുക. അതിനെക്കുറിച്ച് കുറച്ച് റിസർച്ച് ഒക്കെ ചെയ്ത് നല്ല നല്ല കുറച്ച് കണ്ടന്റ്സ് കൺസിസ്റ്റന്റ് ആയിട്ട് ഇടുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യാവുന്ന കാര്യം. ഇപ്പൊ ആൾക്കാർ നമ്മുടെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യണ സമയത്ത് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളിപ്പോ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്നെ നമ്മുടെ ചാനലിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചാനലില് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ ഒരു വീഡിയോ മാത്രം ഇട്ട് നിർത്തരുത്. അപ്പൊ തുടക്കത്തിൽ ഒരു ചാനലിൽ ഒരു പേജിലേക്ക് കയറി നോക്കണ സമയത്ത് നമ്മുടെ ചാനലിൽ കുറച്ചധികം വീഡിയോസ് ഉണ്ടെങ്കിൽ എപ്പോഴും അത് ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ആദ്യമേ തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യമേ വീഡിയോസ് ഇടുന്ന സമയത്ത് കുറച്ചേറെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് വെക്കുക. നമ്മുടെ ചാനൽ ഒരുവിധം സെറ്റായി, നമ്മുടെ കണ്ടന്റ് എന്താണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടി, നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടാൻ തീരുമാനിച്ചു. അപ്പൊ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടാനായിട്ടുള്ള കണ്ടന്റ്സ് എന്തെന്ന് കൂടിയിട്ട് നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് വെക്കുക. വീക്കിലി ഒരു 2-3 വീഡിയോസ് എങ്കിലും അപ്ലോഡ് ചെയ്യുക. ഡെയിലി ഒരു 2 അല്ലെങ്കിൽ 3 ഷോർട്സ് എങ്കിലും അപ്ലോഡ് ചെയ്യുക. ഷോർട്സ് ആണ് നമുക്ക് റീച്ച് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ കൂടുതൽ ആൾക്കാർ ഷോർട്സ്, റീൽസ് അങ്ങനെയുള്ളതൊക്കെയാണല്ലോ കാണുന്നത്. അപ്പൊ ഷോർട്സ് നമ്മുടെ റീച്ച് കൂട്ടും, പക്ഷെ നമുക്ക് വാച്ച് അവേഴ്സ് ഒക്കെ കൂട്ടണം എന്നുണ്ടെങ്കിൽ ലോങ് വീഡിയോസ് ആണ് എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നത്. ഡെയിലി 2-3 ഷോർട്സ് ഇടുക. നമ്മുടെ ചാനലൊന്ന് ആൾക്കാരിലേക്കൊന്ന് ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ട് 2-3 ഷോർട്സ് ഡെയിലി അപ്ലോഡ് ചെയ്യുക. 2-3 ലോങ് വീഡിയോസ്. ലോങ് വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു 8 to 10 മിനിറ്റ് എങ്കിലും ഉണ്ടെങ്കിൽ നല്ലതാണ്. അത് നമ്മുടെ ചാനലിൽ ആഴ്ചയിൽ ഒരു 2-3 എണ്ണം വെച്ചിട്ടെങ്കിലും അപ്ലോഡ് ചെയ്യാൻ നോക്കുക. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ വെറുതെ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാരിലേക്ക് നമ്മുടെ ചാനൽ അത്ര റീച്ച് ആവത്തില്ല. അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ യൂസ് ചെയ്യുന്ന തംബ്നെയിൽസ്. അത് കണ്ടുകൊണ്ടാണല്ലോ നമ്മൾ തന്നെ ഇപ്പൊ യൂട്യൂബ് നോക്കുമ്പോഴത്തേനും പല ആളുകളുടെയും തംബ്നെയിൽ ഫോട്ടോസ് കണ്ടിട്ടാണ് നമ്മൾ ആ വീഡിയോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നത്. അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യുക. ഇപ്പൊ ഫേസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സൂം ചെയ്ത് ക്ലോസപ്പ് ആയിട്ടുള്ള രീതിയിലുള്ള ഇംപ്രഷൻസ് ഒക്കെ ആഡ് ചെയ്യുക. പിന്നെ പല പല ഇമോഷൻസ് മിക്സ് ചെയ്തിട്ടാണല്ലോ നമ്മുടെ ഒരു തംബ്നെയിൽ വരുന്നത്. അതിലാണ് ഏറ്റവും കൂടുതൽ ക്യൂരിയോസിറ്റി കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് ഇടുന്നതിന് പകരം ആ തംബ്നെയിലിനകത്ത് എന്തെങ്കിലും ക്യൂരിയോസിറ്റി ഉണർത്തുന്ന രീതിയിൽ, ആ വീഡിയോ കാണത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും കണ്ടന്റ്സ് ആഡ് ചെയ്യുക. പിന്നെ ഒരുപാട് കാര്യങ്ങൾ തംബ്നെയിലിൽ ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ആൾക്കാരൊന്നും വായിക്കത്തില്ല. അപ്പൊ കുറച്ച് ചെറുതാക്കി എന്താണ് ആ വീഡിയോയിലുള്ളതെന്നുള്ളത് ഒരു 3-4 വാക്കുകളിൽ ഒതുക്കുക നമ്മുടെ തംബ്നെയിൽ. തംബ്നെയിലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ്. ഈ ഒരു പ്രോസസ്സ് ഇനിഷ്യലി അത്ര പെട്ടെന്ന് കിട്ടുന്ന ഒരു കാര്യമല്ല, സ്ലോ ആയിരിക്കും, പക്ഷെ സേഫ് ആയിട്ടുള്ള ഗ്രോത്ത് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അല്ലാണ്ട് ഇപ്പം ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫേക്ക് അല്ലെങ്കിൽ സ്കാം ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വാച്ച് അവേഴ്സ് ആക്കി തരാം, യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ചെയ്ത് തരാന്നുള്ള അങ്ങനെ ഫേക്ക് ആയിട്ടുള്ളതൊന്നും നമ്മുടെ ചാനലിൽ ചെയ്യാതിരിക്കുക. ഇവൻ അവർ എന്തെങ്കിലും കോപ്പിറൈറ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് അപ്ലോഡ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇവൻ നമ്മുടെ ചാനൽ വരെ സസ്പെൻഡ് ചെയ്ത് പോകും. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒഴിവാക്കുക. നാച്ചുറൽ ആയിട്ടുള്ള ഗ്രോത്ത് ആണ് എപ്പോഴും നമുക്ക് മുന്നോട്ടുള്ളതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ആ രീതിക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടുക, നല്ല തംബ്നെയിൽ ഇടുക. വീഡിയോ എഡിറ്റിങ് ഇപ്പോൾ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോ എഡിറ്റിങ് കാര്യങ്ങളൊന്നും അല്ല. നമ്മളിപ്പോൾ കാണുന്ന പല പല വ്ളോഗ്സ് ആയാലും എന്തായാലും അങ്ങനെ പെർഫെക്റ്റ് എഡിറ്റിങ് കാര്യങ്ങളൊന്നും അല്ല. പക്ഷെ ആളുകൾ കാണുമ്പോഴത്തേക്കിനും ഒരു കണ്ടിന്യൂറ്റി കിട്ടുന്ന രീതിയിൽ അത്യാവശ്യം നല്ലതായിട്ട് തന്നെ എഡിറ്റ് ചെയ്യുക. എഡിറ്റ് ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ക്യാപ് കട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ VN എഡിറ്റിങ് യൂസ് ചെയ്യാം. ഇപ്പൊ ഐഫോണിലാണെങ്കിൽ iMovie ഉണ്ട്. അതേപോലെ തന്നെ ഐഫോണിൽ തന്നെ യൂട്യൂബ്
കിട്ടും. ഇതിലേതിലെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് അല്ലെങ്കിൽ ഇൻഷോട്ടിലാണെങ്കിലും എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും ആപ്ലിക്കേഷൻസ് ആണ് നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ആദ്യമൊക്കെ ഇടുന്ന വീഡിയോയ്ക്ക് അത് ചെറിയ ചെറിയ പോരായ്മകളൊക്കെ കാണും. പക്ഷെ നമുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും കുറച്ച് ഈസി ആയിട്ട് തന്നെ ചെയ്യാം. പിന്നെ യൂട്യൂബ് ചാനൽ ഉള്ളവർ മസ്റ്റ് ആയിട്ടും യൂട്യൂബ് സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിനകത്താണ് നമ്മുടെ അനലറ്റിക്സ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. ആദ്യത്തെ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഏത് തരം കണ്ടന്റ്സ് ആണ് ആളുകൾ കൂടുതൽ വ്യൂസ് വരുന്നത് എന്നുള്ളത്. അല്ലെങ്കിൽ അതിനകത്ത് സ്ട്രൈക്സ് കാണും, അതേപോലെ തന്നെ ഡിപ്പ് കാണും, ഇൻട്രോ കാണും. അങ്ങനത്തെ അനലറ്റിക്സ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ വീഡിയോയിൽ ആളുകൾ റിപ്പീറ്റ് അടിച്ച് കണ്ട പോർഷൻസ് ഏതൊക്കെയാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുമ്പോഴത്തേനും അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് പിന്നീട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ്ലി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നമുക്ക് വാച്ച് അവേഴ്സ് എങ്ങനെ ആക്കാം? ഷോർട്സ് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് റീച്ച് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും. വാച്ച് അവേഴ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റ് ആയിട്ട് ലോങ് വീഡിയോസ് തന്നെ അപ്ലോഡ് ചെയ്യണം. 8 to 10 മിനിറ്റ്സ് ഉള്ള ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആവറേജ് വാച്ച് ടൈം എടുത്തിട്ടാണ് നമുക്ക് വാച്ച് അവേഴ്സ് കൗണ്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 8 മിനിറ്റ് ഉള്ള വീഡിയോ ആവറേജ് വാച്ച് അവർ ചിലപ്പം അതിനകത്ത് ഒരു വീഡിയോയ്ക്ക് 4 മിനിറ്റ് ആയിരിക്കും. അപ്പൊ എത്ര വ്യൂസ് ഉണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമുക്കുള്ള വാച്ച് അവേഴ്സ് കൗണ്ട് ആവുന്നത്. ഇപ്പോൾ എടുക്കണ എല്ലാ വീഡിയോയും ആളുകൾ ഫുൾ ടൈം കാണണമെന്നില്ല, അല്ലെങ്കിൽ ഫുൾ വീഡിയോ കാണണമെന്നില്ല. അപ്പൊ അതിന്റെ എല്ലാം ടോട്ടൽ ഒരു ആവറേജ് എടുത്തിട്ടാണ് നമ്മുടെ വാച്ച് അവർ വരുന്നത്. ഇപ്പോൾ പറ്റുന്നത്ര ലോങ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാച്ച് അവർ കൂടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. കൺസിസ്റ്റൻസി ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മളിപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് പിന്നെ കുറെ നാളത്തേക്ക് അത് നോക്കാണ്ടിരുന്നിട്ട് പിന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേന് ആളുകൾ നമ്മളെ മറന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ കണ്ടിന്യൂസ്ലി ഒരാഴ്ചയിൽ ഒരു 3 അല്ലെങ്കിൽ 4 വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് മാക്സിമം നോക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എഡിറ്റിംഗ് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ തംബ്നെയിലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ സംസാരിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് സംസാരിക്കുക. ഓവർ കോൺഷ്യസ് ആയെന്നും പറഞ്ഞിട്ട് നമ്മുടെ ചാനലിന് വേറെ ബെനിഫിറ്റ് കാര്യങ്ങളൊന്നും വരുത്തില്ല.